ഡോക്ടർ മോഹൻ വർഗീസ്, ഈ അഖണ്ഡ ഭാരതം എന്ന വാക്കിന് വലിയൊരു നിർവചനം പറയുന്നുണ്ട് സംഘപരിവാറുകാർ. ഈ അഖണ്ഡ ഭാരതം വിഭജനങ്ങൾക്കതീതമല്ലേ എന്നതാണ് അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രസക്തവുമായ ചോദ്യം. ഇവിടെ അഖണ്ഡ ഭാരതം എന്ന ഒരു സങ്കല്പത്തിന് ഒരു ഭൗതിക, അതായത് ജിയോ പൊളിറ്റിക്കൽ രൂപമാണോ ഉള്ളത്, അതോ ഒരു സാംസ്കാരിക രൂപമാണോ ഉള്ളത് എന്നത് ഒരു ഡിബേറ്റബിൾ പോയിന്റാണ്. അതൊരു ജിയോ പൊളിറ്റിക്കൽ രൂപം നൽകാൻ പലരും താല്പര്യപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 1937 വീർ സവർക്കറുടെ ഒരു പ്രസ്താവനയാണ് ഈ ആധുനിക കാലത്ത് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ മുഖ്യധാരയിൽ എത്തിച്ചത്. അപ്പം അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് കൃത്യം 10 വർഷം മുൻപാണ്. അദ്ദേഹം അന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷനാണ്. അപ്പോൾ ആ കപ്പാസിറ്റിയിൽ ഭാരതത്തിൻ്റെ ഒരു വിശാല അർത്ഥത്തിൽ, ഒരു ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിശാല അർത്ഥത്തിൽ ആ ഇന്ത്യ, അത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഇന്ത്യ, അത് ബർമ്മ വരെയുള്ള ആ ഒരു ഭാഗം എല്ലാം ഏകീകരിക്കണം എന്ന ഒരു ചിന്ത ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ ടൈംസിൽ വരുന്നത് വീർ സവർക്കറാണ്. 1945 തീർച്ചയായും ഗുരു ഗോൾവാർക്കറുടെ ഒരു പുസ്തകത്തിൽ വ്യക്തമായി അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു പക്ഷേ RSSൻ്റെയോ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ സംഘപരിവാറിൻ്റെയോ ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണെന്ന് തോന്നാം. പക്ഷേ ലോകം ആസകലം ഇൻറ്റിഗ്രേഷൻ്റെ കാലഘട്ടമാണ്. കഴിഞ്ഞ ഒരു ഏതാനും ദശകങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഒരു 3 ദശകങ്ങളെങ്കിലും ജർമ്മനിയുടെ ഏകീകരണം, അതുപോലെ തന്നെ 2 കിഴക്ക് പടിഞ്ഞാറൻ ജർമ്മനികൾ അത് ഏകീകരണം, കൊറിയയുടെ ഏകീകരണം നടന്നില്ല എന്നതൊരു ഒരു അസ്വസ്ഥജനകമായ ഒരു കാഴ്ചയാണ്. വടക്കത്തേക്ക് കൊറിയകൾ രാഷ്ട്രീയമായി സൈനികമായി ഭിന്നിച്ചു നിൽക്കുന്നു. പക്ഷേ വിയറ്റ്നാമിൻ്റെ ഏകീകരണം നടന്നു. അത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വിശാലമായ ഒരർത്ഥത്തിൽ ഒരു ഫെഡറൽ സംവിധാനം യൂറോപ്പിൽ സാധ്യമായി. കാരണം യൂറോപ്യൻ സിംഗിൾ കോമൺ മാർക്കറ്റ്, ആദ്യം യൂറോപ്യൻ കോളൻ സ്റ്റീൽ അതോറിറ്റി, അത് വളരെ ചെറിയ 2-3 രാജ്യങ്ങൾ മാത്രം ചേർന്ന്, ബെനിലക്സ് രാജ്യങ്ങളും ഫ്രാൻസും എല്ലാം ചേർന്നുകൊണ്ടുള്ള, ജർമ്മനി എല്ലാം ചേർന്നുകൊണ്ടുള്ള ആ ഒരു യൂറോപ്യൻ കോളൻ സ്റ്റീൽ അതോറിറ്റിയിൽ നിന്നും യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റിയിലേക്കും അങ്ങനെ ഒരു കോമൺ മാർക്കറ്റിലേക്കും, പിന്നീട് യൂറോപ്യൻ യൂണിയൻ എന്ന രീതിയിൽ ഒരു സിംഗിൾ മാർക്കറ്റ് വിത്ത് എ കോമൺ കറൻസി, യൂറോ എന്ന് പറയുന്ന കറൻസിയിലേക്കും ഒരു വിശാല കോൺഫെഡറൽ ഐക്യം സാധ്യമായി. അപ്പോൾ ഇത് രാജ്യങ്ങൾ പരമാധികാരം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശാലമായ അർത്ഥത്തിൽ വിസ റെഗുലേഷൻസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടീസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അനാവശ്യമായി ഗ്ലോബലൈസേഷന്റെ ഭാഗമായി സാധ്യമാകുന്ന എല്ലാ നീക്കുപോക്കുകളും നടത്തിക്കൊണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു പ്രവണതയുണ്ട്. ആഫ്രിക്കൻ യൂണിയൻ ആകട്ടെ, ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സ് ആയിക്കൊള്ളട്ടെ, ആസിയാൻ ആയിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ഈ അഖണ്ഡ ഭാരതം എന്നത് ഒരു സാംസ്കാരികമായി ഒരു കാലത്തെ ഒരുമിച്ച് നിന്ന ഒരു ജനവിഭാഗം, ഭൂമിശാസ്ത്രപരമായി ഒരുമിച്ച് നിന്ന ഒരു ജനവിഭാഗം, അത് രാഷ്ട്രീയമായി പിന്നീട് മാറിപ്പോയി. ഭരണകൂടങ്ങൾ മാറി. ചരിത്രത്തിൽ അങ്ങനെയാണല്ലോ, അനേക ഭരണകൂടങ്ങൾ മാറി മാറി വന്നു, വിഭജനങ്ങൾ ഉണ്ടായി. ഇന്ത്യക്ക് ഉള്ളിൽ തന്നെ 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അവയുടെ തന്നെ ഇൻറ്റിഗ്രേഷൻ വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചരിത്രത്തിൽ അനേക എംപയറുകൾ, ചെറു രാഷ്ട്രങ്ങൾ, ജനപദങ്ങൾ, അവ കൂടിച്ചേരലുകൾ, അവയുടെ രൂപവും ഭാവവും മാറൽ, ഇതെല്ലാം നടന്നിട്ടുള്ളത് ചരിത്രമാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയമാകുന്ന അഖണ്ഡ ഭാരതം, ഈ സങ്കല്പ ദിവസം എന്ന ഓഗസ്റ്റ് മാസം 14-ാം തീയതി ആചരിക്കുന്ന സങ്കല്പ ദിവസത്തിൽ നമ്മുടെ ചിന്തകളിൽ വരുന്ന ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് സാംസ്കാരിക തനിമയുള്ള ജനവിഭാഗങ്ങൾ, അത് ഏത് ഭാഗത്തു നിന്നായാലും ശരി, അവർക്ക് ഒരുമിക്കാവുന്ന മേഖലകളിൽ, യോജിക്കാവുന്ന മേഖലകളിൽ അവർ യോജിക്കുക. അപ്പോൾ ഭാരതത്തിൻ്റെ വിദേശ നയത്തിൽ വേണ്ട അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി ഈ നെയ്ബേഴ്സ് ഫസ്റ്റ് എന്ന 2014-ൽ നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന ആ ഒരു പദ്ധതി, അതനുസരിച്ച് അയൽ രാജ്യങ്ങളുമായുള്ള ആ ഒരു പുക്കിൾക്കുടി ബന്ധം, സൗഹൃദം നിലനിർത്തുന്നതിലൂടെ പരമാവധി കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ, സാംസ്കാരിക വിനിമയങ്ങൾ സാധ്യമാകുന്ന ഒരു രീതിയിലാണ്. പക്ഷേ പല രീതിയിലാണ് ഇപ്പോൾ അഖണ്ഡ ഭാരതത്തെ ജിയോഗ്രാഫിക്കലായിട്ട് കാണുന്നത്. ഒരു വിഭാഗം ആളുകൾ കാശ്മീരിൻ്റെ ചൈനയും പാകിസ്ഥാനും കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ, ചൈനീസ് അധിനിവേശ കാശ്മീറും പാക് അധിനിവേശ കാശ്മീറും കൂടിച്ചേർക്കുമ്പോൾ അഖണ്ഡ ഭാരതമായി എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയത്ത് പാർട്ടീഷൻ പ്ലാൻ വരുന്ന ആക്ട് 1947 അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ, അതനുസരിച്ചാണല്ലോ പാർട്ടീഷൻ സംഭവിച്ചത്. ഹിന്ദു ഭൂരിപക്ഷ പ്രവിശ്യകൾ ഇന്ത്യ എന്നും
മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾ പാകിസ്ഥാൻ എന്നും അറിയപ്പെടുന്ന രീതിയിൽ അങ്ങനെ വന്ന വിഭജനം അത് ഒഴിവാക്കിക്കൊണ്ട് ആ ബ്രിട്ടീഷ് 47-ലെ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അഖണ്ഡ ഭാരതം എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ വിശാലമായ അർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാന്റെ എല്ലാ ഭാഗങ്ങളും, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, മാലദ്വീപ്, ശ്രീലങ്ക, അതുപോലെ ബർമ്മ വരെയുള്ള ഭാഗങ്ങൾ ചേർന്ന അഖണ്ഡ ഭാരതം. ഇനി കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ രാഷ്ട്രഭാരത സംസ്കാരത്തിന്റെ ഒരു കാലത്ത്, മഹാഭാരത കാലത്ത്, മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത കംബോജ രാജ്യം, അത് കംബോഡിയയാണ്. അതുപോലെ ഗാന്ധാര രാജ്യം, അത് കാണ്ഡഹാർ അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ ആ രാജ്യങ്ങളെല്ലാം വിശാലമായ ഭൂമികയിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സാംസ്കാരിക ഭൂമിക. അങ്ങനെ വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒരു സങ്കല്പമാണ് അഖണ്ഡ ഭാരത്. അതിനെ കേവലം ഒരു ജിയോ പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് കാണുമ്പോഴാണ് അവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും വൈവിധ്യങ്ങളും ഇതെല്ലാം ഉടലെടുക്കുന്നത്. അല്ല എങ്കിൽ ഒരു ആശയം എന്ന നിലയിൽ തീർച്ചയായും ഒരു കോൺഫെഡറൽ മനസ്സുള്ളവർക്ക് ചിന്തിക്കാവുന്ന ഒരു ആശയം തന്നെയാണത്. അത് വലിയൊരു ആശയമാണ്, തർക്കവുമില്ല.